വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചാണ്. വാട്ട് ഈസ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്? It is a form, the most important branch of statistics, and it deals with mankind in the aggregate. മനുഷ്യനെ കുറിച്ചാണ്, അതിൻ്റെ aggregate. This counting birth, marriage, migration, disease and disability and death is known as vital statistics. This signifies the data or methods applied in the analysis of data pertaining to vital event occurring in a community. ഒരു കമ്മ്യൂണിറ്റിയിലുള്ള വൈറ്റൽ ഇവന്റിനെ കുറിച്ച് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാം. ഓക്കെ, വൈറ്റൽ ഇവന്റ് വി മീൻസ് സച്ച് ഇവന്റ് ഹ്യൂമൻ ലൈഫ് as birth, death, sickness, marriage, divorce, adoption, legitimation, recognition, suppression, etc. ഒരു ജീവിതത്തിന്റെ ഒരു ഹ്യൂമൻ കൈൻഡിന്റെ മാൻകൈൻഡിന്റെ ജീവിതത്തിന്റെ ഭാഗങ്ങളായി സംഭവിക്കുന്ന പല പ്രതിഭാസങ്ങളുണ്ട്. ഒരാൾ ജനിക്കും, അയാൾ മരിക്കും, അയാൾക്ക് പല അസുഖങ്ങൾ വരും, അയാളുടെ മാരേജ്, അതിന്റെ ഡൈവേഴ്സ്, ഇതുപോലുള്ള പല കാര്യങ്ങൾ. ഇതിനെയാണെന്ന് പറയുക വൈറ്റൽ എന്ന് പറയുന്നത്. Vital science is the branch of biometry which deals with the data and laws of human mortality, morbidity, demography. ഇവിടെ എന്താണ്? ഹ്യൂമൻ മോർട്ടാലിറ്റി, മോർബിഡിറ്റി, ഡെമോഗ്രഫി, ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റയും അതിൻ്റെ നിയമങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ്സ് ഓഫ് ഒബ്റ്റൈനിങ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ സോഴ്സ് ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ ഈസ് രജിസ്ട്രേഷൻ മെത്തേഡ്. നമുക്കറിയാം, ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബർത്ത് രജിസ്റ്റർ ചെയ്യണം, അയാൾ മരിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണം, മാരേജ്, മൈഗ്രേഷൻ, ഇതൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യും? വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള ഡാറ്റ നമുക്ക് ലഭിക്കും. പിന്നെ സെൻസസ് എന്യൂമറേഷൻ, 10 വർഷം കൂടുമ്പം രാജ്യത്ത് നടക്കുന്ന സെൻസസിലൂടെ നമുക്ക് ഡാറ്റ ലഭിക്കും. അതേപോലെ തന്നെ അനലറ്റിക്കൽ മെത്തഡ്, എസ്റ്റിമേഷൻ ഓഫ് വൈറ്റൽ റേസ് യൂസിങ് സെൻസസ് ഡാറ്റ. സെൻസസ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റൽ റേസ് എന്ത് ചെയ്യാം? എസ്റ്റിമേറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. Uses of vital statistics. Uses of vital statistics. First one is used to individual. നമ്മുടെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബർത്ത്, ഡെത്ത്, മാരേജ്, ഇതൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ദിസ് എ ലീഗൽ സിഗ്നിഫിക്കൻസ് ടു ദ പേഴ്സൺ കൺസേൺ. ഫസ്റ്റ് വൺ ഈസ് യൂസ് ടു ഓപ്പറേറ്റിംഗ് ഏജൻസി. ഗവൺമെന്റ് ഏജൻസിക്ക് അവരുടെ പല അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് ഈ ബർത്ത് റെക്കോർഡ്, ഡെത്ത് റെക്കോർഡ്, മാരേജ് ഇത് യൂസ് ചെയ്യാം. യൂസ് ഇൻ റിസർച്ച് ആവശ്യത്തിന് ഇത് യൂസ് ചെയ്യും. യൂസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഗവൺമെന്റിന്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഉദാഹരണത്തിന് പബ്ലിക് ഹെൽത്ത്. ഇന്റർനാഷണൽ യൂസ് ഓഫ് വൈറ്റൽസ്, ഇന്റർനാഷണൽ ആയിട്ടുള്ള യൂസ്. അതേപോലെ പോളിസി മേക്കിംഗ്, പല പോളിസികളും മറ്റും ഒക്കെ മേക്ക് ചെയ്യുന്നതിന് ഇവിടെയുള്ള വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭ്യമാകേണ്ടതുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് പല പോളിസികളും മേക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം ഈസ് ഫെർട്ടിലിറ്റി. ദ ടേം ഫെർട്ടിലിറ്റി റെഫേഴ്സ് ടു ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് ചിൽഡ്രൻ. ഫെർട്ടിലിറ്റി ആണ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് ചിൽഡ്രൻ. ഇൻ ദ മെഷർമെന്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഓഫ് എ കൺട്രി, ഫെർട്ടിലിറ്റി ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. രാജ്യത്തിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് മെഷർമെന്റിന് ഫെർട്ടിലിറ്റി വലിയൊരു ഇമ്പോർട്ടൻറ്റ് റോളാണ്. പോപ്പുലേഷൻ ഓഫ് കൺട്രി മേ ഗോ ഓൺ ചേഞ്ചിങ് ആൻഡ് ചേഞ്ചസ് ഇൻ ദ പോപ്പുലേഷൻ ആർ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ബർത്ത് ആൻഡ് ഡെത്ത്. ബർത്തും ഡെത്തും ചേഞ്ച് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? പോപ്പുലേഷൻ ചേഞ്ച് വരും. ഫെർട്ടിലിറ്റി മെഷർ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ക്രൂഡ് ബർത്ത് റേറ്റ്, general fertility rate, specific fertility rate, gross reproduction rate, net reproduction rate. First one is crude birth rate. Fertility measurement first one എന്ന് പറഞ്ഞാൽ crude birth. It is the simplest method of measuring fertility. ഇതാണ് ഏറ്റവും simplest method. The crude birth rate computed as the ratio of the number of birth to the
total population is more affected by population difference in age and sex ratio. എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടഡ് റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബർത്ത്. എത്രയാണോ ബർത്ത്, ടോട്ടൽ പോപ്പുലേഷൻ. ഇതിനെ എന്ത് പറയാം? ക്രൂഡ് ബർത്ത് റേറ്റ്, ആനുവൽ ബർത്ത് ഡിവൈഡഡ് ബൈ ആനുവൽ മീൻ പോപ്പുലേഷൻ. Therefore, the crude birth rate is better measure of tax burden and other tax burden. മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ economic studies than the general fertility. The crude birth rate may be measured as the number of birth in given population during given time period divided by total population and multiplied by 1000. Next is general fertility rate. General fertility rate is the birth rate of women of childbearing. Childbearing ഏജിലുള്ള വുമന്റെ ബർത്ത് റേറ്റ്, അവർക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. While birth to women less than 15 or more than 44 are included in the general fertility rate, the population for those ages are not. This rate refers to proportion of the number of children born per thousand of women, the reproductive or childbearing age. Childbearing age നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 50 to 49. Number of live birth which occurred among the population of given geographic area during a given year. ഒരു ജോഗ്രഫിക് ഏരിയയിൽ ഒരു ഗിവൺ വർഷത്തിൽ എത്ര ലൈവ് ബർത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ അടിയിൽ മിഡ് ഇയർ ഫീമെയിൽ പോപ്പുലേഷൻ ഓഫ് ഏജ് 50 to 49 ഇൻ ഗിവൺ ജോഗ്രഫിക് ഏരിയ ഡ്യൂറിങ് ദ സെയിം ഇയർ. ഒരു പ്രദേശത്ത്, ഒരു വർഷത്തിൽ, ഒരു കാലഘട്ടത്തിൽ, ഒരു പ്രദേശത്ത് എത്ര കുട്ടികൾ ജനിച്ചു, അവിടെ എത്ര 15 വയസ്സിനും 49 വയസ്സിനും ഇടയിലുള്ള ഫീമെയിൽ പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ റേഷ്യോ ആണ് ഇൻറ്റു 1000. ഇതാണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. ദിസ് ഏജ് സ്പെസിഫിക് fertility rate refers to number of birth to female in particular age category in a particular year compared to the number of females in that age category. എന്നാൽ പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിന് എത്ര കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് വിച്ച് ഒക്കേർഡ് ഫീമെയിൽ ഓഫ് സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ്. ഒരു ജോഗ്രഫിക് ഏരിയയിൽ ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിന് 20 to 25 അവർക്ക് എത്ര കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ആ ഏജ് ഗ്രൂപ്പിൽ എത്ര ഫീമെയിൽ ആ പ്രദേശത്ത് ഉണ്ട് ഇൻറ്റു 1000. ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ആർ യൂഷ്വലി കാൽക്കുലേറ്റ് ഫോർ സിംഗിൾ ഇയേഴ്സ് ഓഫ് ഏജ് ഓർ ഫോർ 5 year ഏജ് കാറ്റഗറി. ഒന്നെങ്കിൽ സിംഗിൾ ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ 5 വർഷം. ഇങ്ങനെയാണ് എടുക്കാറുള്ളത്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. Total fertility rate, the average number of children born to a woman during her lifetime. ഒരു വുമന്റെ ലൈഫ് ടൈമിൽ എത്ര കുട്ടികൾ, ആവറേജ് നമ്പർ എത്ര എന്നുള്ളതിന് അതിന്റെ ആവറേജ് സം ഓഫ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഏജ് ഗ്രൂപ്പ്. ഇത് ഡിവൈഡ് ബൈ 1000. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ഇൻറ്റു magnitude of the age group divided by 1000. Gross reproduction rate. The gross reproduction rate is the average number of doctors that would be born to a woman. Average number of doctors, എത്ര പെൺകുട്ടികൾ, that would be born to a woman. ഒരു പെണ്ണിന് എത്ര പെൺകുട്ടികൾ ജനിച്ചു if she survived at least to the age of 45 and conform to the age of specific fertility rate of a given year. It is often regarded extent to which generation of doctors replace the preceding generation of female. Preceding generationലുള്ള ഫീമെയിൽ റീപ്ലേസ് ചെയ്യുമ്പോൾ അടുത്തൊരു ജനറേഷൻ അവിടെ വരികയാണ് ചെയ്യുന്നത്. ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്, number of female birth divided by total number of birth into total fertility rate. എത്ര പെൺകുട്ടികൾ ജനിച്ചു divided by total number of birth into total fertility rate. മറ്റൊരു ഫോർമുല number of female children born to 1000 women divided by 1000. Number of female children born to 1000.
1000 സ്ത്രീകൾക്ക് എത്ര കുട്ടികൾ ജനിച്ചു ഡിവൈഡ് ബൈ 1000. നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്. ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് അഡ്ജസ്റ്റ് ഫോർ ദ എഫക്ട് ഓഫ് മോർട്ടാലിറ്റി ഈസ് കാൾഡ് ദ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്. ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റിനെ അതിലുണ്ടായിരുന്ന മോർട്ടാലിറ്റിയുടെ എഫക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നതിന് നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നു. മോർട്ടാലിറ്റിയുടെ മരണ നിരക്ക്. To measure the number of daughters a woman would have her lifetime if she were subject to prevailing age-specific fertility and mortality rate in the given age. Net reproduction rate is the average number of daughters that would be born to a female if she passed through her lifetime, conforming to the age-specific fertility and the mortality rate of a given year. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിച്ച് അദ്ദേഹം എന്ത് ചെയ്യണം, അവളുടെ ലൈഫ് ടൈം എന്ത് ചെയ്യണം, ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റിന്റെ അതിലേക്ക് കൺഫേം ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിനു മുമ്പ് മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവിടെ റീപ്രൊഡക്ഷനുള്ള സാധ്യത ഇല്ല. ദിസ് റേറ്റ് ഈസ് സിമിലർ ടു ദ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് ബട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദാറ്റ് സം ഫീമെയിൽ വിൽ ഡൈ ബിഫോർ കംപ്ലീറ്റിംഗ് ദെയർ ചൈൽഡ് ബിയറിംഗ്. ചൈൽഡ് ബിയറിംഗ് ഏജ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ചില ഫീമെയിൽസ് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് is equal to sigma of number of female birth into survival rate divided by 100. In other words, net reproduction rate is obtained by dividing number of female birth to the 1000 newly born female on the basis of current fertility and mortality rate by 1000. Number of female birth to the 1000 newly born female on the basis of current fertility and mortality rate divided by 1000. NRR is equal to 1. Female population remain constant. Net reproduction rate 1 ആണെങ്കിൽ female population constant ആണ്. Net reproduction rate less than 1 ആണെങ്കിൽ female population declining. Net reproduction rate is greater than 1 ആണെങ്കിൽ female population is rising. Measurement of mortality. Mortality rate is a measure of the number of deaths in a population called to the size of that population per unit of time. നമ്മൾ നേരത്തെ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്തുമായി റിലേറ്റ്, മോർട്ടാലിറ്റി ആണ് ഡെത്തുമായിട്ട് റിലേറ്റ്. മോർട്ടാലിറ്റി റേറ്റ് ഈസ് ടിപ്പിക്കലി എക്സ്പ്രസ്ഡ് യൂണിറ്റ് ഓഫ് ഡെത്ത് പെർ 1000 ഇൻഡിവിജ്വൽ പെർ ഇയർ. 1000 ആളുകളിൽ എത്ര ആളുകൾ മരണപ്പെട്ടു. ഫസ്റ്റ് വൺ ഈസ് ദ ക്രൂഡ് ഡെത്ത് റേറ്റ്. ദ ക്രൂഡ് ഡെത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡെത്ത് ഫ്രം ആൾ കോസസ് ഇൻ എ ഗിവൺ പീരിയഡ് per 1000 of population in given community. ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഡെത്ത് ഫ്രം ആൾ കോസ്, എല്ലാ കാരണങ്ങളും ഗിവൺ പീരിയഡ് പെർ 1000. 1000 ആളുകളിൽ എത്ര ആളുകൾ മരണപ്പെട്ടു. ആനുവൽ ഡെത്ത് ഡിവൈഡ് ബൈ ആനുവൽ മീൻ പോപ്പുലേഷൻ ഇൻറ്റു 1000. നെക്സ്റ്റ് വൺ ഈസ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്. സ്പെസിഫിക് ഡെത്ത് റേറ്റ് ആണ് നമ്മൾ സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഡെത്ത് വിച്ച് ഒക്കേർഡ് എമംഗ് സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് ഓഫ് ദ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിൽ എത്ര ആളുകൾ മരിച്ചു ഓഫ് എ ഗിവൺ ജോഗ്രഫിക് ഏരിയ ഡ്യൂറിങ് എ ഗിവൺ ഇയർ. ഒരു വർഷത്തിൽ ഒരു ഗിവൺ ജോഗ്രഫിക് ഏരിയ. ജോഗ്രഫിക് ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്നൊക്കെ നമുക്ക് പറയാം. Divided by mid-year population of the specific age group in the given geographic area during the same year. ആ ഏജ് ഗ്രൂപ്പിന്റെ ആ വർഷത്തിന്റെ മധ്യത്തിലുള്ള പോപ്പുലേഷൻ, ഓക്കെ, അതിനെ കൊണ്ട് എത്ര ആളുകൾ ആ ഏജ് ഗ്രൂപ്പിൽ മരണപ്പെടുന്നുണ്ട് എന്നുള്ളതിനെ ഡിവൈഡ് ചെയ്തിട്ട് അത് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ്. The standardized death rate, abbreviated as SDR, is the death rate of population adjusted to a standard age distribution. Standard age distribution അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ഡെത്ത് റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. SDR is the death rate of population adjusted to a standard age distribution. It is calculated as a weighted average of age specific death rate of a given population.
The weight or the age distribution of that population. നമ്മൾ എന്ത് ചെയ്യും, സ്പെസിഫിക് ഏജിന്റെ ഡെത്ത് റേറ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതിനൊരു വെയിറ്റ് കൊടുത്ത് അതിന്റെ ആ വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നതിനെയാണ് എന്ന് പറയാം സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ ഏജ് ഗ്രൂപ്പ്, അതിന്റെ പോപ്പുലേഷൻ, അതിലെ ഡെത്ത്, അതിന്റെ നെക്സ്റ്റ് വന്ന് പോപ്പുലേഷൻ ഡെത്ത്. ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ തന്നത് 2 പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, എയും ബിയും. ക്രൂഡ് ഡെത്ത് റേറ്റ് നമ്മൾ മെഷർ ചെയ്യാം, N/P × 1000 എന്ന് പറയുമ്പോൾ N/P എത്ര? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്, P = population. CDR ഫോർ ടൗൺ എ. ടൗൺ എയിൽ 45,000 പോപ്പുലേഷൻ ആണുള്ളത്. അതിന് 1040 45,000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1000 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെത്ത് റേറ്റ്, നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ, മീൻ പോപ്പുലേഷൻ ഇൻറ്റു 1000. അങ്ങനെ ചെയ്യുമ്പോൾ 23.11 ആണ്. എന്ന് പറഞ്ഞാൽ 1023 ആളുകൾ മരണപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ബിയിൽ 22.8. നെക്സ്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ് കാണും. അത് നമ്മൾ കാണുന്നത് ഓരോ ഏജ് ഗ്രൂപ്പിൻ്റെയും ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 15,000 ആണ് അവിടുത്തെ പോപ്പുലേഷൻ. ഇൻ ഡെത്ത് റേറ്റ് 24 പ്ലസ് 2000 × 20 എന്ന് പറയുന്നത് എന്താണ്? 400 ആ വർഷത്തെ മരണം ഡിവൈഡഡ് ബൈ 20,000 × 1000. നമ്മൾ നേരത്തെ ഇവിടെ മുകളിൽ കണ്ടതുപോലെ ഓരോ ആ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിൻ്റെത് ചെയ്തിട്ടുണ്ട്. പ്ലസ് 1000 × 28 ആ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിന്റെ CDR ആണ്. എന്നിട്ട് എന്ത് ചെയ്ത് അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 23.11 എന്ന് കിട്ടി. സ്റ്റാൻഡർഡൈസ്ഡ് ഡെത്ത് റേറ്റ് ഇതുപോലെ നമ്മൾ ക്ലാസ് കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് കിട്ടിയ 23.89. ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡർഡൈസിലൂടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ടൗൺ ബി ഈസ് ഹയർ ദാൻ ദ ടൗൺ എ. ടൗൺ എനെ അപേക്ഷിച്ച് ഡെത്ത് റേറ്റ് സ്റ്റാൻഡർഡൈസിലൂടെ കണ്ടപ്പോൾ ബി ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ടൗൺ ബിയിലാണ് ഡെത്ത് റേറ്റ് കൂടുതൽ. എന്നാൽ ആദ്യത്തെ ഇതിൽ നോക്കുമ്പോൾ എത്രയാണ്? ഏതാണ്? ടൗൺ എ ആയിരുന്നു. സ്റ്റാൻഡർഡൈസ്ഡ് അതിന്റെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ആണ്. ഇവിടെ നമ്മൾ ഓരോ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിന്റെയും CDR എടുത്തിട്ട് ക്രൂഡ് ഡെത്ത് റേറ്റ് എടുത്തിട്ടാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. Infant mortality rate is the number of death babies under 1 year of age per 1000 live birth. 1000 കുട്ടികൾ ജനിക്കുന്നതിൽ എത്ര കുട്ടികൾ മരണപ്പെടും? ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടുക എന്ന് പറയുന്നത് അവിടുത്തെ ഹെൽത്ത് കണ്ടീഷൻ, അവിടെ ആ പ്രദേശത്തെ ഹെൽത്ത് ഇൻഡിക്കേറ്റർ വളരെ ലോ ആണ്. The rate in a given region, therefore the total number of newborns die under 1 year of age divided by total number of live birth during the year, then all multiplied by 1000. Number of death under 1 year of age which occurred among the population of given geographic area during a given year. എത്ര കുട്ടികൾ മരണപ്പെട്ടു ഒരു വർഷത്തിനുള്ളിൽ. Number of live birth which occurred among the population of the given geographic area during the same year. എത്ര കുട്ടികൾ ജനിച്ചു into 1000. Infant mortality is one of the best indices general healthiness of the society. Neonatal mortality rate. The neonatal mortality rate, like
the infant mortality rate is similar to an age-specific rate. മിനിമം മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആയിട്ട് അതിന് ഏജ് സ്പെസിഫിക് റേറ്റ് ആണ്. ഇറ്റ് ഈസ് എ റേറ്റ് യൂസ്ഡ് ടു മെഷർ റിസ്ക് ഓഫ് ഡെത്ത് ഡ്യൂറിങ് ദ ഫസ്റ്റ് മന്ത് ഓഫ് ലൈഫ്. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഫസ്റ്റ് മന്ത് ഓഫ് ലൈഫിൽ ഉള്ള ഡെത്തിനുള്ള റിസ്ക്. ആനുവൽ ഡെത്ത് ഓഫ് ഇൻഫാന്റ് അണ്ടർ ദ ഏജ് ഓഫ് 1 month among the population of given geographic area. Number of live births which occurred among the population of given geographical area during the same year. നമ്മളിവിടെ ഒരു സ്പെസിഫിക് ഏജ് എടുത്തിട്ടുണ്ട്. 1 monthനുള്ളിൽ എത്ര കുട്ടികൾ മരണപ്പെടുന്നുണ്ട്, അതിനെന്ത് പറയാം? നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് നമ്മൾ പറയും. അടുത്ത മതേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the numbers of exposed to the risk of dying from peripheral causes or women have been pregnant during the period. Number of deaths from peripheral causes occurred among the female population of given geographic area during given year. Number of live births which occurred among the population of the given geographic area during the same year. എത്ര മരണമുണ്ടായിട്ടുണ്ട് പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട്, അതിനെന്ത് പറയുന്നത്? അത് ടോട്ടൽ ലീവ് ബർത്തുമായിട്ട് അതിന്റെ റേഷ്യോ ആണ് ആനുവൽ മതേണൽ മോർട്ടാലിറ്റി. സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ എത്രയാ? സെക്സ് റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് മെയിൽ ടു ഫീമെയിൽ ഇൻ എ പോപ്പുലേഷൻ. ഫീമെയിലിൽ 1000 ആണുങ്ങൾക്ക് എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽസ് ഇൻറ്റു 1000. ഇപ്പോൾ ഈ അടുത്ത് ഇതുവരെ കേരളമായിരുന്നു സെക്സ് റേഷ്യോയിൽ ബെസ്റ്റ്. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ ഇന്ത്യ രാജ്യം 1000 ആളുകൾക്ക് 1000-ലധികം സ്ത്രീകളുള്ള ഒരു രാജ്യമായിട്ട് മാറിയിട്ട് ഒരു ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്ററാണ്. കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ്. കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് ദ പെർസെൻറ്റേജ് ഓഫ് വുമൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 49 years protected from pregnancy, childbirth in the year under consideration of specific area. So when the couple protection rate is going up, birth rate must necessarily fall. ഇപ്പോൾ എത്ര വുമൺ 15 to 49 വർഷത്തിനിടയിൽ പ്രഗ്നൻസിയിൽ നിന്ന് പ്രൊട്ടക്ട് ചൈൽഡ് ബർത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക്, അതെന്ത് ചെയ്യും? ഇത് ബർത്ത് റേറ്റ് കുറയുന്നതിന് കാരണമാകും എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.